തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരത്തിന് നേരെ കണ്ണടച്ച് സർക്കാർ. സമരം തുടങ്ങി 9 ദിവസമായിട്ടും ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമായില്ല. തുടർ ചർച്ചകൾക്കും നീക്കം നടത്തിയിട്ടില്ല. മറ്റന്നാൾ മഹാസംഗമം എന്ന പേരിൽ വൻ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആശാവർക്കർമാരുടെ അസോസിയേഷന്റെ തീരുമാനം. സമരത്തിനെതിരായ കേസിൽ സംഘടനാ നേതാക്കൾ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. ആദിൽ പാലോട്, ഈ 180ഓളം ആശാവർക്കർ നേതാക്കന്മാർക്കെതിരെ കലാപാഹ്വാനം അടക്കം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രകോപിതരാണോ നമ്മളുടെ സമര നേതാക്കൾ? എന്താണ് ഈ സമര നേതാക്കൾ പറയുന്നത്? നാളത്തെ മഹാസംഗമം നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇവർക്ക് അത്ര നല്ല പ്രഭാതമല്ല. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. തുടർച്ചയായ ദിവസങ്ങൾ നമ്മൾ തന്നെ രാവിലെ ഇവിടെ വന്ന് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാർ ഇതൊന്നും കേൾക്കുന്ന മട്ടല്ല ഉള്ളത്. ഇപ്പോഴും ഇത് സംബന്ധിച്ചൊരു അനുകൂല തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടി ഇപ്പോൾ ഇവർ കത്തയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രി പരിഹാരത്തിനായി ഇടപെടണം, ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അരുൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. ഗതാഗത തടസ്സം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. 5 പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള സമൻസും നൽകിയിരുന്നു. ഇത് അംഗീകരിക്കില്ല, ഇത് സമരത്തെ അടിച്ചമർത്താനുള്ള ഒരു രീതിയാണെന്ന ആക്ഷേപമുണ്ട്. ഈ നേതാക്കൾക്കെതിരെയുള്ള കേസിനെ എങ്ങനെയാണ് കാണുന്നത് ചേച്ചി നിങ്ങൾ? തീർച്ചയായിട്ടും അത് നല്ലതല്ല, അതൊരു തെറ്റായ രീതിയാണ്. കാരണം നമ്മളിവിടെ വളരെ സമാധാനപരമായിട്ടാണ് നമ്മളിവിടെ സമരം ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് കാരണം നമ്മുടെ ഈ സമര വീര്യത്തെ കെടുത്തുക എന്നതാണ് അവരുടെ ഒറ്റ ലക്ഷ്യം, ഇല്ലാതാക്കുക. അപ്പോൾ അതൊന്നും ഞങ്ങൾ പിന്മാറത്തില്ല. കേസ് അവർ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം നമ്മൾ വേറെ ഒരു തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവരെന്ത് കേസ്? ന്യായമായ സമരമാണ്. കാരണം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്, അനാവശ്യ സമരമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട് നമ്മളുണ്ടായാലും നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ എത്ര ദിവസമായാലും ഞങ്ങൾ സമരത്തിൽ തന്നെയാണ് തുടരുന്നത്. ഈ അടുത്ത 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഈ വരുന്ന 20-ാം തീയതി മഹാസംഗമം എന്ന പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരെയും സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ച് വലിയൊരു പ്രക്ഷോഭത്തിനും ഇവർ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് 20-ാം തീയതി പരിപാടി, വ്യാഴാഴ്ചത്തെ പരിപാടി ആലോചിക്കുന്നത്? അതിനൊരു മാറ്റവും ഇല്ലല്ലോ? ഒരു മാറ്റവും ഇല്ല. 20-ാം തീയതി ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആശാവർക്കർമാർ വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വരും ഞങ്ങൾ കണക്കൂട്ടുന്നത്. ഇല്ല, നമുക്കിപ്പോൾ കണക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെയാണ് ജില്ലകളിൽ നിന്ന് വരാനുള്ള. ഇപ്പോൾ മെഡിക്കൽ ഓഫീസർമാർക്കെല്ലാം പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും 20-ാം തീയതി മുതൽ സമ്പൂർണ്ണമായി പണിമുടക്കാണ്. കേരളമെമ്പാടും വരുന്ന ആശാവർക്കർമാരും തിരിച്ചു പോകില്ല, ഇവിടെ തന്നെയുണ്ട്. അത് വളരെ വലിയൊരു പ്രഖ്യാപനമാണ്. 20-ാം തീയതി മുതൽ ആശാവർക്കർമാരുടെ സേവനം ലഭിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ആശാവർക്കർമാർ എല്ലാവരും 20-ാം തീയതി ഇവിടെ എത്തിയാൽ പിന്നീട് നാടുകളിലേക്ക് തിരിച്ചു പോകില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരും 20-ാം തീയതി ഇവിടെ എത്തും. 20-ാം തീയതി ഇവിടെ എത്തിയാൽ പിന്നീട് ഒരു തീരുമാനമാകാതെ പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് പ്രഖ്യാപനം. ഓണറേറിയം 7000 രൂപയാണ്. ഇത് വർദ്ധിപ്പിക്കണം. ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കണം. ഓണറേറിയം 3 മാസം കുടിശ്ശികയുണ്ട്, അത് പൂർണ്ണമായി നൽകി കൃത്യമായി നൽകാനുള്ള ഒരു വ്യവസ്ഥയുണ്ടാക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ സമരം നടത്തുന്നത്. ഇന്ന് സമരം 9-ാം ദിവസമാണ്. ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിനോ ആരോഗ്യ വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അരുൺ, അതിൽ ന്യായമായ ആവശ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത് കേൾക്കാത്തതെന്ന് ഇനി നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ 7000 രൂപയുമായി ഒരു കുടുംബത്തിന് കഴിയാൻ എങ്ങനെയാണ് സാധിക്കുക? മാത്രവുമല്ല, അത് തന്നെ 3 മാസമായിട്ടും മുടങ്ങിക്കിടക്കുന്നു എന്ന് പലരും പറയുന്നു. അവരുടെ ഓണറേറിയം ഒരു 12,000-14,000 രൂപയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കാതെ അവരുടെ കുടുംബം കഴിഞ്ഞു പോവില്ല. നമ്മളുടെ ഈ 2007 മുതലാണല്ലോ ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ മേഖലയിൽ അവരുടെ അടയാളപ്പെടുത്തൽ ആരംഭിച്ചത്. തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണം. അവർക്കെതിരെ കേസെടുത്ത് ഒതുക്കുകയല്ല വേണ്ടത് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.